15 വർഷങ്ങൾക്ക് ശേഷമാണ് ശമ്പളമില്ലാത്ത ഒരു 1-ാം തീയതി കടന്നു പോകുന്നത് കേട്ടോ. എല്ലാം ശരിയാക്കും, LDF വരും, എല്ലാം ശരിയാകും എന്ന് പറഞ്ഞപ്പോൾ ഇത്രയൊക്കെ ശരിയാക്കുമെന്ന് ഞാനും കരുതിയില്ല. ഇത്രയൊക്കെ ശരിയാക്കണോ? സംസ്ഥാന സർക്കാർ ജീവനക്കാർ ഇന്നലെ പെട്ടെന്നങ്ങ് പ്രക്ഷുബ്ധരായി. പ്രതിഷേധം ഇങ്ങനെ തിളയ്ക്കാൻ തുടങ്ങി. അവിടെ ഈ ഭരണ പ്രതിപക്ഷമൊന്നുമില്ല കേട്ടോ. ശമ്പളം കിട്ടുമ്പോൾ, പണം കിട്ടുമ്പോൾ ഇവരെല്ലാവരും ഒന്നുപോലെയാണ്, ഒന്നിച്ചു നിൽക്കുന്നവരാണ്. കാരണം പണത്തിൻ്റെ കാര്യത്തിൽ അങ്ങനെ മാറ്റങ്ങളൊന്നുമില്ലല്ലോ. ശമ്പളവും പെൻഷനും അടക്കം മുടങ്ങുന്ന അവസ്ഥയിലെത്തിയ സംസ്ഥാന സർക്കാരിന് പക്ഷേ കേന്ദ്രത്തിൽ നിന്ന് ഏകദേശം 4122 കോടി രൂപ ലഭിച്ചത് വലിയ ആശ്വാസമാവുകയാണ്. അതായത് നികുതി വിഹിതത്തിൻ്റെ പതിവായിട്ട് ഗഡുവായി കിട്ടുന്ന 2736 കോടിയും അൺക്ലെയിംഡ് IGSTയുടെ വിഹിതമായി കിട്ടുന്ന 1386 കോടിയും ചേർത്ത് 4122 കോടി രൂപ. സാധാരണഗതിയിൽ മാർച്ച് അവസാനമാണിത് കിട്ടാറുള്ളത്. വളരെ അപ്രതീക്ഷിതമായാണ് 1-ാം തീയതിയായ ഇന്നലെ തന്നെ തുക എത്തിയത് എന്നുള്ളതാണ്. കേന്ദ്രം വളരെ കൃത്യമായി കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് കേട്ടോ. ട്രഷറി ഓവർ ഡ്രാഫ്റ്റിൻ്റെ പരിധി മറികടക്കാതിരിക്കുവാനും ശമ്പള പെൻഷൻ വിതരണം തുടങ്ങാനും ഇത് ഏറെക്കുറെ സഹായിച്ചു എന്നുള്ളതാണ്. എന്നാൽ ഇത് മതിയാവില്ല എന്നുള്ളതാണ് വസ്തുത. സാമ്പത്തിക വർഷത്തിൻ്റെ അവസാനമായ ഈ മാർച്ച് കടക്കാൻ ചുരുങ്ങിയത് ഏകദേശം 22,000 കോടി രൂപയെങ്കിലും സംസ്ഥാന സർക്കാരിന് വേണമെന്നുള്ളതാണ്. ട്രഷറി നിക്ഷേപത്തിൽ നിന്നെടുത്ത ശേഷം തിരിച്ചടച്ച വായ്പ വീണ്ടും ലഭ്യമാക്കിയും വൈദ്യുതി മേഖലയിലെ പരിഷ്കരണവുമായി ബന്ധപ്പെട്ട് അതിൻ്റെ പേരിലുമൊക്കെ 13,608 കോടി കണ്ടെത്താനുണ്ട് ഇതിലൂടെ. പക്ഷെ അതിന് കേന്ദ്രം അനുവദിക്കണം. സുപ്രീം കോടതിയിൽ കേന്ദ്രത്തിനെതിരെ കൊടുത്ത കേസ് പിൻവലിച്ചില്ലെങ്കിൽ അതിനുള്ള അനുമതി നൽകില്ല എന്നുള്ളതാണ് കേന്ദ്രത്തിൻ്റെ നിലപാട്. ഇനി പ്രതീക്ഷ എന്ന് പറയപ്പെടുന്ന മാർച്ച് 6-7 തീയതികളിൽ സുപ്രീം കോടതിയിൽ നടക്കുന്ന കേസിലാണ്. ആ കേസ് എന്താകുമോ എന്തോ. ഈ മാസം ശമ്പളം പോലും നൽകാൻ കഴിയില്ല എന്നുള്ള ആശങ്ക അത് ആദ്യം മുതൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. പക്ഷേ ഇങ്ങനെ ഒരു സ്ഥിതിവിശേഷം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചില്ല. ശമ്പളം ലഭിച്ചില്ല. ട്രഷറിയിലും സഹകരണ ബാങ്കുകളിലും ക്ഷേമ ബോർഡുകളിൽ നിന്ന് തൽക്കാലം ലഭ്യമാക്കാവുന്ന തുകയ്ക്ക് ഒരു പരിമിതി ഉണ്ടല്ലോ. അതുകൊണ്ട് തന്നെ 1-ാം തീയതി കൊടുക്കാൻ കഴിയില്ല. ഇലക്ഷൻ പ്രഖ്യാപനത്തിന് മുമ്പ് തന്നെ ഈ സാമൂഹ്യക്ഷേമ പെൻഷൻ വിതരണത്തിനുള്ള ഉത്തരവുകളൊക്കെ ഉണ്ട് എങ്കിലും അങ്ങനെ പുറത്തിറക്കണമെന്ന് സർക്കാരിന് ആഗ്രഹമുണ്ടെങ്കിലും ചെയ്യാൻ കഴിയില്ല കേട്ടോ. കാരണം സാമ്പത്തിക സ്ഥിതി വളരെ മോശമാണ്. അപ്പോൾ പെൻഷൻ്റെ കാര്യത്തിലും പാവപ്പെട്ട ജനങ്ങൾക്ക് 1,600 രൂപ കിട്ടുന്ന കാര്യത്തിലും സ്വാഹ 7 മാസം. സർക്കാർ ജീവനക്കാർക്ക് ഒരു ഗഡു DA കുടിശ്ശിക നൽകുമെന്നുള്ള ഒരു പ്രഖ്യാപനമുണ്ട്. അതും നടക്കാൻ സാധ്യതയില്ല. അതും വൈകിയേക്കും എന്നുള്ള കാര്യത്തിലും സംശയമില്ല. എല്ലാം സ്വാഹയാണ്. 3,700 കോടി രൂപ നിലവിലെ ഓവർ ഡ്രാഫ്റ്റാണ്. 3,336 ശമ്പളം കൊടുക്കാൻ തന്നെ വേണ്ടി വരുന്നത് എന്ന് പറയപ്പെടുന്നത് 2,353 കോടി രൂപ വേണം പെൻഷൻ കൊടുക്കാൻ. ഇങ്ങനെ ഇവിടെ പണം ലഭിക്കാത്ത ഒരു സാഹചര്യത്തിലേക്ക് പോകുന്നു. 5,683 കോടി രൂപ ഉണ്ടെങ്കിൽ ഈ രണ്ടിനും കൂടി നടക്കും. ഏകദേശം 22,000 കോടി രൂപ ഈ മാർച്ച് അവസാനം കഴിയുമ്പോഴത്തേനും നമ്മുടെ കയ്യിലുണ്ടാകണം. സാമൂഹ്യക്ഷേമ പെൻഷൻ്റെ 6 മാസത്തെ കുടിശ്ശിക അടക്കം ഏകദേശം 40,000 കോടിയോളം രൂപയുടെ ബാധ്യത അത് ഈ സർക്കാരിനുണ്ട്. പ്ലാൻ ഫണ്ട്, ബാങ്ക് കുടിശ്ശികകൾ, വായ്പാ തിരിച്ചടവ്, ശമ്പള പെൻഷൻ വിതരണം, കൂടാതെ കരാർ കുടിശ്ശിക, അതിലെ ആനുകൂല്യ വിതരണങ്ങൾ തുടങ്ങി സാമ്പത്തിക വർഷാവസാനം നിർവഹിക്കേണ്ടി വരുന്ന ചിലവുകൾ മാത്രം ഏകദേശം 22,000 കോടിയോളം വരും എന്നുള്ളതാണ്. ഞാൻ ആദ്യം സൂചിപ്പിച്ച പോലെ 15 വർഷത്തിന് ശേഷം ആദ്യമായിട്ടാണ് ഇങ്ങനെ ശമ്പളമില്ലാത്ത ഒരു 1-ാം തീയതി കടന്നു പോകുന്നത് എന്നുള്ളതാണ്. 1-ാം തീയതി മുതൽ 10-ാം തീയതി വരെയുള്ള ദിവസങ്ങളിലാണ് ഈ ജീവനക്കാരുടെ ഒരു ശമ്പള വിതരണ പ്രക്രിയ നടക്കുന്നത്. സെക്രട്ടേറിയറ്റ് ജീവനക്കാർക്കും പോലീസിനും മറ്റു ചില വിഭാഗങ്ങൾക്കുമൊക്കെ 1-ാം തീയതിയാണ് ശമ്പള വിതരണം കൃത്യമായി നടന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷേ 15 വർഷത്തിന് ശേഷം അത് ആദ്യമായിട്ട് മുടങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ് വസ്തുത. ഇതിനു മുമ്പ് ഇത് സംഭവിച്ചിട്ടുള്ളത് AK ആന്റണി ഭരിക്കുമ്പോഴാണ്. അന്ന് ഈ പ്രശ്നം ഉണ്ടായിട്ടുണ്ട്. മറ്റൊന്ന്, ഈ സാങ്കേതിക പ്രശ്നങ്ങൾ മൂലം ട്രഷറി സേവിങ്സ് അക്കൗണ്ടുകളിലേക്ക് പണം മാറ്റാൻ കഴിഞ്ഞില്ല എന്നാണ് ട്രഷറി ഡയറക്ടറുടെ വിശദീകരണം വന്നുകൊണ്ടിരിക്കുന്നത്. പെൻഷനും ഭൂരിഭാഗം അക്കൗണ്ടുകളിലും എത്തിയില്ല എന്നുള്ളതാണല്ലോ വസ്തുത. ഇന്ന് വിതരണം ചെയ്തേക്കുമെന്നൊക്കെ പറയുന്നുണ്ട്, പക്ഷെ നടക്കുമോ എന്നറിയില്ല. അപ്പോഴും സാമ്പത്തിക പ്രതിസന്ധി രൂക്ഷമാണ്. കേസ് പിൻവലിച്ചാലേ 13,608 കോടി രൂപയുടെ അർഹമായിട്ടുള്ള വായ്പ പോലും എടുക്കാൻ കഴിയൂ എന്ന് പറയപ്പെടുന്ന സ്ഥിതിവിശേഷം. ഇത് കേന്ദ്ര നിലപാടാണ്.
ആ കേന്ദ്ര നിലപാട് കോടതിയോടും ഭരണഘടനയോടുമുള്ള വെല്ലുവിളിയാണ് എന്നൊക്കെ ഇവിടെ പറയുന്നുണ്ട്. ഇത് തന്നെയാണ് ഇപ്പോൾ സുപ്രീം കോടതിയിൽ ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ വരുന്ന മാർച്ച് 6-7 തീയതികളിൽ സുപ്രീം കോടതിയിൽ നടക്കുന്ന വാദവുമായി ബന്ധപ്പെട്ട്, കേസുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും തരത്തിലൊരു തീരുമാനം ഉണ്ടായാൽ മാത്രമാണ് ഈ 13,608 കോടി രൂപയുടെ കാര്യത്തിലൊരു തീരുമാനം ഉണ്ടാകും. കേന്ദ്രം വളരെ കൃത്യമായി പറഞ്ഞതാണ്, നിങ്ങൾ നൽകിയിരിക്കുന്ന കേസ് പിൻവലിക്കൂ, ഹർജി പിൻവലിക്കൂ, തടസ്സവാദം മാറ്റൂ, നിങ്ങൾക്കുള്ള പണം അവിടെ ലഭിക്കുമെന്ന് പറഞ്ഞാൽ കേൾക്കുന്ന ഒരു സ്വഭാവം നമ്മുടെ സർക്കാരിനില്ല. പക്ഷേ എന്നിട്ടും ഒരു കാര്യം ആൾക്കാണ്, ഈ ശമ്പളവും പെൻഷനും ഒക്കെ നൽകാൻ വേണ്ടിയിട്ട് ഇപ്പോൾ കൊടുത്ത 4,122 കോടി രൂപ എന്ന് പറയപ്പെടുന്ന ആര് നൽകിയതാണ്? കേന്ദ്രം നൽകിയതാണ്. ആ കേന്ദ്രത്തിൻ്റെ പണം ലഭിക്കേണ്ടത് സത്യം പറഞ്ഞാൽ എപ്പോഴായിരുന്നു? അത് ലഭിക്കേണ്ടിയിരുന്നത് ഈ മാസം, അതായത് മാർച്ച് മാസം 31 മുമ്പ് മാത്രമാണ്. എന്നാൽ കേന്ദ്രം ഒരു സഹായമെന്ന നിലയ്ക്കല്ലേ കഴിഞ്ഞ ദിവസം 4,122 കോടി രൂപ നൽകിയത്? അത് സത്യത്തിൽ ഒരു ആശ്വാസമല്ലേ? അല്ലെങ്കിൽ നാറിപ്പോയല്ലേ? കാരണം ഇന്നും ശമ്പളം കൊടുക്കാൻ പറ്റാത്തൊരു സ്ഥിതിവിശേഷത്തിലേക്ക് എത്തില്ലേ? ഇങ്ങനെ ഒരു നാറിയ സംവിധാനം, ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ ഈ സർക്കാരിന് ഇത് എന്തു പറ്റിയെന്ന് ഈ സർക്കാരും ഇനി കുറച്ച് കഴിയുമ്പോൾ ജനങ്ങളും ചിന്തിച്ചോളും. LDF വരും എല്ലാം ശരിയാകും എന്ന് ഞാൻ ആദ്യം പറഞ്ഞതുപോലെ എല്ലാം ശരിയായി, ഏകദേശം എല്ലാം ശരിയായി, ശമ്പളവും സ്വാഹയായി. അപ്പോൾ ഇനി ഈ സർക്കാർ ഉദ്യോഗസ്ഥർക്കാണല്ലോ കുറച്ച് ഈ പാർട്ടിയുമായി ചേർന്ന് നിന്നുകൊണ്ട് പിണറായിയെ ഇങ്ങനെ താങ്ങി നിർത്തുന്ന ഒരു സമീപനം ഉണ്ടായിരുന്നത്. അതിലൊരു മാറ്റം ചിലപ്പോൾ വന്നേക്കാം. കാരണം കഴിഞ്ഞ ദിവസത്തെ ഈ സെക്രട്ടേറിയറ്റിലടക്കമുള്ള ജീവനക്കാരുടെ മുഖഭാവവും രീതിയും അവരുടെ പ്രതിഷേധവും ഒക്കെ കണ്ടാൽ ഈ പിണറായി വിജയൻ എന്തിനാണ് ഇങ്ങനെ ഭരിക്കുന്നത് എന്നാണ് ഇവർ ഓരോരുത്തരുടെയും മനസ്സ് പറയുന്നത്, അവരുടെ ചിന്ത. ആ പ്രതിഷേധമായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ ചിന്തിക്കുന്ന മനുഷ്യർ ഉള്ള, അതായത് ഒരേ പാർട്ടിയിൽ പ്രവർത്തിക്കുന്നവർക്ക് തന്നെ, പാർട്ടിക്കാർക്ക് തന്നെ അങ്ങനെ തോന്നി തുടങ്ങിയിരിക്കുന്നു. ഇയാൾക്ക് വേറെ ജോലിയൊന്നുമില്ലേ? ഇങ്ങനെയാണോ ഭരിക്കേണ്ടത്? ഞങ്ങൾക്ക് പണം തരേണ്ടതല്ലേ? ഞങ്ങൾക്ക് ശമ്പളം കിട്ടേണ്ടതല്ലേ? 1-ാം തീയതി എന്ന് പറയപ്പെടുന്നത് ഞങ്ങളുടെ ശമ്പള ദിവസമല്ലേ എന്ന് ഭരണ പ്രതിപക്ഷ ഭേദമന്യേ എല്ലാവരും പ്രതിഷേധിച്ചു തുടങ്ങി. അതുകൊണ്ട് എല്ലാം ശരിയാക്കാനെത്തിയ പിണറായി വിജയൻ ഓരോന്നായിട്ട് ശരിയാക്കി വരുന്നുണ്ട്. ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ ഓരോന്നായിട്ട് ശരിയാക്കി വരികയാണ്. അത് പല തലത്തിലാണെന്ന് മാത്രം. 5 വർഷം ഈ സർക്കാർ വന്നു കഴിഞ്ഞാൽ ഒരു തരത്തിലുമുള്ള വിലവർധന ഉണ്ടാകില്ല എന്ന് ദേശാഭിമാനിയിൽ വാർത്ത വരുത്തിയ കൂട്ടമാണ് ഈ സർക്കാർ, ഈ നാട് ഭരിക്കുന്നവർ. എന്നിട്ടോ ഉപ്പിന് മുളകിന് കൊത്തമ്പാലിനടക്കം ഇങ്ങനെ വില കയറുന്ന ഒരു സാഹചര്യം മുമ്പുണ്ടായിട്ടില്ല എന്നുള്ളതാണ്. ജനത്തിന് ജീവിക്കാൻ വയ്യാത്തൊരു സാഹചര്യമാണ് എന്നുള്ളത്. എന്തും എടുത്തു പൊക്കി പറയുന്നത് കേന്ദ്രത്തിൻ്റെ തലയിലേക്ക് വയ്ക്കുന്ന ഒരു സമീപനം മാത്രം സ്വീകരിക്കുന്ന ഈ സംസ്ഥാന സർക്കാർ പിന്നെ എന്തിനാണ് ഇവിടെ ഭരിക്കാനിരിക്കുന്നത് എന്നൊരു ചോദ്യം ബാക്കിയില്ലേ? എല്ലാം കേന്ദ്രം തരും, എല്ലാം കേന്ദ്രം തരും എന്ന് പറഞ്ഞ് തരാത്തത് കൊണ്ടാണ് ഇവിടെ ഒന്നും നടക്കാത്തതെന്ന് അവരെ കുറ്റം പറയുകയും ചെയ്താൽ പിന്നെ എന്തിനു വേണ്ടിയിട്ടാണ് ഇവിടെ ജനങ്ങളുടെ വോട്ടും നേടി അധികാരത്തിലേറിയത് എന്ന് ഈ വോട്ട് തന്ന ജനങ്ങൾ തന്നെ ചോദിക്കും. പിണറായി വിജയ, നിങ്ങളത് മനസ്സിലാക്കും. അപ്പോൾ ബാലഗോപാലനും പിണറായി വിജയനുമൊക്കെ ചേർന്ന് ഈ ശമ്പളത്തിനൊരു തീരുമാനമുണ്ടാക്കുക എങ്ങനെയെങ്കിലുമൊക്കെ. കേരളത്തിൽ അല്ലെങ്കിൽ നിങ്ങളോടൊപ്പം നിൽക്കുന്നു എന്ന് പറയപ്പെടുന്ന, അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി വാദിക്കുന്നവരാണ് ഈ സാധാരണ നിങ്ങളുടെ സർക്കാർ ഉദ്യോഗസ്ഥർ എന്ന് പറയപ്പെടുന്നത്. ആ സർക്കാർ ഉദ്യോഗസ്ഥർ കൂടി നിങ്ങളെ തെറിവിളിക്കുന്ന കാലമാണ് വരാൻ പോകുന്നത് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. നിങ്ങളുടെ ധനകാര്യവും നിങ്ങളുടെ ഈ സർക്കാരും അവർ അറബിക്കടലിൽ കൊണ്ടെറിയും എന്നുള്ള കാര്യത്തിലും സംശയമില്ല.